വേനലെത്തും മുൻപേ വെന്തുരുകി പാലക്കാട്. പകൽ സമയത്ത് താപനില 38 ഡിഗ്രി എത്തി. ഇടമഴ ലഭിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ ചൂട് 40 ഡിഗ്രിയിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. നിർജ്ജലീകരണം തടയാൻ ജനങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ചൂട് ഇപ്രാവശ്യം കൂടുതലാണ്. ഫെബ്രുവരി തന്നെ ചൂട് സ്റ്റാർട്ടിംഗ് ആയി. നല്ല ചൂടായി. ഇപ്പോൾ പാലക്കാട് പൊതുവെ ചൂട് കൂടുതലാണ്. ഇപ്പോൾ ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്. 35 മുതൽ 38 ഡിഗ്രി വരെയാണ് പകൽ സമയത്ത് താപനില. മുണ്ടൂരും പട്ടാമ്പിയിലും മലമ്പുഴ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത ചൂടിൽ മലമ്പുഴ, വാളയാർ, മംഗലം തുടങ്ങിയ പ്രധാന ഡാമുകളിലെല്ലാം ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ചൂട് കൂടിയതോടെ ജില്ലയിൽ ഒഴിഞ്ഞയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീപിടുത്തങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം നിർജ്ജലീകരണം തടയാൻ ജനങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സൂര്യാഘാതം ഉൾപ്പെടെ ഏറ്റാൽ സ്വയം ചികിത്സ അരുത്. അപ്പോൾ ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ എക്സാമൊക്കെയാണ്, അപ്പോൾ അത് കുട്ടികളിപ്പം കഴിയുന്നതും പുറത്തൊന്നും കളിക്കാതിരിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ എന്നാലും ഈ ഉച്ച സമയത്ത്, അതായത് ഒരു 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക, കുട്ടികൾ എസ്പെഷ്യലി. പിന്നെ ഉള്ളത് നമ്മുടെ പുറത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്ത് പുറത്ത് ജോലി എടുക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഉള്ളത് ഇത് സമയത്ത് കാണുന്ന സൂര്യാഘാതം, പിന്നെ അതായത് ഹീറ്റ് സ്ട്രോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇടമഴ ലഭിക്കാതെ നിലവിലെ സാഹചര്യം തുടർന്നാൽ മാർച്ച് പകുതിയോടെ ചൂട് 40 ഡിഗ്രിയിലെത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതേസമയം രാത്രികാലങ്ങളിൽ താപനില നന്നേ താഴുന്ന സ്ഥിതിയുമുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.